അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ വിജയത്തിൻ്റെ പിന്നിൽ പലരും കാരണക്കാരായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരാണ് മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ കാലിൻ ചുവട്ടിലാണ് സ്വർഗം എന്ന് പ്രവാചക പ്രഭു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, അവരുടെയൊക്കെ ഗുരുത്വവും പൊരുത്തവും അതൊരു മനുഷ്യൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവരെ വെറുപ്പിക്കാതെയുള്ള സംസാരം, പ്രവർത്തനം, അത് ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അവൻ വിജയിയാണ് എന്നുള്ളതിന് വേറെ അടയാളങ്ങളൊന്നും വേണ്ട. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കണം, പങ്കുകാരെ ചേർക്കരുത് എന്ന പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം നൽകിയതിന് തൊട്ടുപിറകെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണേ എന്ന് ചേർത്തി വെച്ചത് കാണാം. എത്രമേൽ ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നാം ജനങ്ങളോട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ നമ്മൾ വസിയ്യത്ത് ചെയ്യുന്നു. ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവളഅത്ഹു കുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. തൊട്ട് പിറകെ അള്ളാഹു ആ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് മാതാവിനെ ആദരിക്കേണ്ട വിഷയം സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് വേണ്ടി എത്രമേൽ കഷ്ടപ്പെട്ടവരാണ്. വളരെ പ്രയാസം സഹിച്ചാണ് ഗർഭം ചുമന്നത്. അതുപോലെ തന്നെ പ്രയാസം അനുഭവിച്ചാണ് പ്രസവം നടത്തിയത്. ശേഷം നിങ്ങൾക്ക് 2 വർഷത്തോളം മുലപ്പാൽ നൽകിയത്. ടോട്ടലി കൂട്ടുകയാണെങ്കിൽ 30 ശഹ്റൻ, 30 മാസത്തോളം നിങ്ങൾക്ക് വേണ്ടി ചെറുപ്പകാലത്ത് തന്നെ വളരെ അധ്വാനിച്ചവർ, പ്രയാസപ്പെട്ടവരാണ് ഉമ്മമാർ. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, അവരോട് വളരെ മയത്തോടുകൂടെ ഗുണവാന്മാരായിട്ട് പ്രവർത്തിക്കണം. അവരോടൊരിക്കലും നിങ്ങൾ മോശമായി സംസാരിക്കരുത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽവാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വേറൊരായത്ത് പിന്നെയും ആവർത്തിച്ചു പറയുന്നു, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വബിൽ വാലിദൈനി ഇഹ്സാന, പ്രത്യേകിച്ച് പറയുന്നു മാതാപിതാക്കളോട് നല്ല ഗുണത്തിൽ മാത്രമേ പെരുമാറാവൂ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, പ്രത്യേകിച്ച് പ്രായം അങ്ങെത്തിയ മാതാപിതാക്കളാണ് നിങ്ങൾക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ രണ്ടില്ലെന്ന് ഒരാളാണ് നിങ്ങൾക്ക് കിട്ടിയത്. പ്രായമേറെയാവുമ്പോൾ കുറേ വിഷമങ്ങൾ സഹിക്കേണ്ടി വരും മക്കൾക്ക്. ഒന്നുകൂടി ചെറുപ്പത്തിൻ്റെ സ്വഭാവങ്ങൾ വലുപ്പത്തിൽ കാണിക്കുന്നൊരു പ്രായമാണ്. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയാണ്, പ്രായം അങ്ങെത്തിയ സമയത്താണ് നിങ്ങൾക്ക് മാതാപിതാക്കളെ എത്തിച്ചതെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, അവരോട് ഛേ എന്തപ്പാ ഇങ്ങനെ എന്ന ഒരു ധ്വനി പോലും ഉണ്ടാകരുത്. വല്ലാത്തൊരു വാക്കാണ് ഛേ എന്ന് പറയരുത് എന്നല്ല, അങ്ങനത്തെ ഒരു ധ്വനി പോലും, മുഖഭാവം, ഒരു ചുളുങ്ങൽ അതുപോലും ഉണ്ടായിപ്പോകരുതേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. പിന്നെ എങ്ങനെ വേണം? വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നല്ല വിനയത്തോടെ മാന്യമായിട്ടേ സംസാരിക്കാവൂ എന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ ഈ ആയത്ത് വിശദീകരിച്ച് മലയാളത്തിൻ്റെ കവി പാടി, ദാതമാതാക്കളെ ആദരിച്ചിടുവാൻ ദൈവം മനുഷ്യർക്ക് നിർദ്ദേശമേകിനാൽ നാൾക്കുനാളേറ്റം പരീക്ഷീണയായവൾ മാനവാഗർഭത്തിൽ നിന്നെ ചുമന്നതും മതൃസ്തനം നൽകി ഈരാണ്ടു പുത്രനെ സംരക്ഷ ചെയ്തതും വിസ്മരിക്കാവതോ. ഹേ മർത്യ, നമ്മോട് കൂറുകാട്ടിയിടണം, ദാതമാതാക്കളിൽ നന്മകൾ ചേർക്കണം. എന്തൊരു വരികളാണ്! നമുക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ചെറുപ്പം മുതൽ അങ്ങ് തുടർന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രായം എത്തുന്നതുവരെ അവിടുന്ന് അങ്ങോട്ടും
അവൻ വെച്ച് വെച്ച് നടത്തം തുടങ്ങുന്നത് വരെ അല്ല, അവിടുന്ന് അങ്ങോട്ട് മുഴുവനും ഉമ്മയാണ്, അമ്മയാണ്, അല്ലേ? എന്തു പേരിൽ വിളിച്ചാലും മാതാവ് അത് വല്ലാതെ പരിഗണിക്കേണ്ടവരാണ്. അവരെ കണ്ണീര് നമ്മൾ കാരണം വീണാൽ അനുഭവിക്കേണ്ടി വരും, ഈ ലോകത്തും നാളെ പരലോകത്തും. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. വീട്ടിലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണം. പലപ്പോഴും പലർക്കും നാട്ടിലൊക്കെ നല്ല പേരാകും, പക്ഷേ വീട്ടുകാരുടെ ഇടയിൽ, മാതാപിതാക്കളുടെ അടുക്കൽ വലിയ സ്ഥാനവും പേരും ബഹുമാനമൊന്നും ഉണ്ടാവില്ല. അവർക്ക് നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുന്നില്ല. അത്തരം മോശമായ വാക്കുകളാണ്, പെരുമാറ്റമാണ് അവൻ ഇവിടെ എന്ന് മകനെക്കുറിച്ച് അല്ലെങ്കിൽ മകളെക്കുറിച്ച് ആണ് അഭിപ്രായമെങ്കിൽ പേടിക്കണം, കാര്യം കുറച്ച് ഗൗരവമാണ്. വളരെ ബഹുമാനത്തോടുകൂടെ മാത്രമേ സംസാരിക്കാവൂ എന്നാണ്. ഒരിക്കൽ സ്വഹാബി മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. മക്കത്ത് വെച്ചാണ്. അപ്പോൾ ചുമലിൽ പ്രായം ചെന്ന ഒരു ഉമ്മയുണ്ട്, വളരെ വൃദ്ധയായ ഒരു ഉമ്മ, നടക്കാനൊന്നും കഴിയുന്നില്ല. താങ്ങിക്കൊണ്ടുവന്നതാണ്. എവിടുന്ന്? അങ്ങ് ദൂരെ കിലോമീറ്ററുകൾ അപ്പുറം യമനിൽ നിന്ന് 1000ഓളം കിലോമീറ്റർ ചുമന്നിട്ട് മക്കത്ത് ഹജ്ജിന് കൊണ്ടുവന്നതാണ് ഉമ്മയെ. ഈ മകൻ ചോദിക്കുന്നുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയോട്, എൻ്റെ ഉമ്മാനെയാണ് ഞാൻ ഈ കിലോമീറ്ററുകളോളം താങ്ങി കൊണ്ടുവന്നത്. ഹജ്ജ് ചെയ്യിപ്പിക്കാനാണ്, തവാഫ് ചെയ്യിപ്പിക്കാനാണ്, സഅയ് ചെയ്യിപ്പിക്കാനാണ്, എല്ലാം ഞാൻ ചുമന്നിട്ടാണ്. ഈ ഉമ്മാനോടുള്ള ബാധ്യത ഞാൻ വീട്ടിയവനാകുമോ എന്ന്. മഹാനവറുകളുടെ മറുപടി, ഈ ഉമ്മാക്ക് ഒരുപാട് വേദനകൾ നീ കാരണം വന്നിട്ടുണ്ട്. നീ ഗർഭത്തിലിരിക്കുമ്പോൾ വന്നിട്ടുണ്ട്. തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കാൻ പ്രയാസമുണ്ടായിട്ടുണ്ട്. ആഗ്രഹിച്ചത് പലതും തിന്നാൻ സാധിക്കാതെ വന്നിട്ടുണ്ട്. പല സന്തോഷ വേളകളും നിനക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പോട്ടെ, എല്ലാം കഴിഞ്ഞ് പ്രസവവേദന വരുമ്പോൾ ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലെ ഒരു വേദനക്ക് സമാനമായോ എന്ന് പോലും ചോദിക്കാൻ പറ്റിയതല്ല നിന്റെ ഈ കർമ്മം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു. പ്രിയപ്പെട്ടവരെ, എത്രമേൽ പരിഗണിക്കേണ്ടവരാണ് അവർ. ഹുമാ ജന്നത്തുക വനാറുക, അതാണ് അവർ രണ്ടുപേരുമാണ്, മാതാപിതാക്കളാണ് നിന്റെ സ്വർഗവും നിന്റെ നരകവും എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ വാക്കാണത്. അവരെ ആദരിച്ച് അവരെ പൊരുത്തം വാങ്ങി സ്നേഹിച്ചാൽ നിനക്കുണ്ട് സ്വർഗം, ഇല്ലെങ്കിൽ കാര്യം ബേജാറാണ് എന്നാണ് അതിലൂടെ സൂചിപ്പിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ദുന്യാവിൽ വെച്ച് ശിക്ഷകൾ നമുക്ക് കിട്ടാൻ ഇത് കാരണമാകും. അവരെ വെറുപ്പിച്ചാൽ ദുന്യാവ് തന്നെ അനുഭവിച്ചിട്ടേ അവൻ പോവുകയുള്ളൂ എന്നാണ്. എത്രയോ അനുഭവങ്ങളുണ്ട്. ഇന്നത്തെ കാലം ലഹരി തലക്ക് പിടിച്ച് ഉന്മാദത്തിലായി അവൻ വന്ന് കയറിയിട്ട് കാലുയർത്തിച്ച വിട്ടുന്നത് അവൻ കിടന്ന 9.5 മാസം കിടന്ന വയറിനെയാണ്. അവൻ കത്തിയോങ്ങിയത്, അവൻ കഴുത്ത് നെരിച്ചത്, ഷാളിട്ട് മുറുക്കി നിലത്തടിച്ചത് അവനെ നൊന്തു പ്രസവിച്ച ഉമ്മയെയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ സമുദായം എവിടെ എത്തി എന്ന്. ലഹരി എത്രമേൽ അവരെ അപകടത്തിലാക്കി എന്നതൊന്ന് പരിശോധിക്കണം. എവിടുന്നാണ് രക്ഷ പ്രാപിക്കാനുള്ളത്? എവിടുന്നാണ് ഈ കറകൾ കഴുകിക്കളയാനുള്ളത്? ഉമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കുക. പാപമോചനത്തെ തേടുക. ഇനി അതേ വഴിയുള്ളൂ അവരെ പൊരുത്തം കിട്ടാൻ. ഹയാത്തിലുള്ളവർ, ജീവിച്ചിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് പൊരുത്തപ്പെടിപ്പിക്കുക, കറകൾ കഴുകിക്കളയുക. ശിഷ്ടജീവിതം അവരെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും ആയിട്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ വരുമ്പോഴേ നമ്മൾ വിജയികളായി മാറുകയുള്ളൂ. അല്ലാഹു തആല അവരോടൊപ്പം നമ്മെയും അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.